നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചിന്താമരയെ നാളെ കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ സമർപ്പിച്ചു. ചിന്താമരയെ എത്തിച്ച സമയം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 2 പേർക്ക് ജാമ്യം ലഭിച്ചു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ആലത്തൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നാളെ പ്രതി ചെന്താമരയെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വിട്ടാൽ ഉച്ചയോടെ തെളിവെടുപ്പ്. പോത്തുണ്ടി ബോയൻ നഗറിൽ വൻ സുരക്ഷാ സന്നാഹത്തോടെയായിരിക്കും തെളിവെടുപ്പ് നടക്കുക. ജനരോഷമുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം ജനുവരി 28-ന് രാത്രി ചെന്താമരയെ പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയം വലിയ ജനരോഷമാണ് പ്രതിക്കെതിരെ ഉയർന്നത്. ജനങ്ങൾ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ മതിലും ഗേറ്റും തകർത്തു. പോലീസും നാട്ടുകാരും നേർക്കുനേർ വരുന്ന സാഹചര്യവും ഉണ്ടായി. ഈ സംഭവത്തിലാണ് 2 പേരെ പിടികൂടിയിരിക്കുന്നത്. പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത്, ഷിബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവർക്കും ജാമ്യം ലഭിച്ചു. 24 പാലക്കാട്.